ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സമയം 9 മണി. എല്ലാവരും നേരത്തെ എണീറ്റ് ഞങ്ങൾ സിസ്റ്ററിന്റെ കല്യാണം. അപ്പൊ ഞങ്ങളെല്ലാരും രാവിലെ എണീറ്റ് ഒരുങ്ങി പിറക്കി ഇറങ്ങി. ട്രെയിൻ കുറച്ച് ഡിലേ ആണ്. അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്യുവാണ്. ഈ കടയിൽ നിന്ന് ചിപ്സ് ഒക്കെ മേടിച്ച് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഞങ്ങൾ പോവാ. അപ്പം ഇന്ന് നല്ല ചൂട് സംഭവങ്ങൾ കാണിക്കാം. പോകുന്ന വഴി എല്ലാം കല്യാണവും വീടും കഴിക്കുന്നതും ഫുഡൊക്കെ കഴിച്ച് മെയിൻ തിങ്സ് ഫുഡാണ്. മുസ്ലിംസിന്റെ കല്യാണം. ഉണ്ണിയെ മിണ്ടാതിരിക്കടി. നാണം കെടുത്താനായിട്ടുണ്ണി. പക്ഷെ ഉള്ള കാര്യം ഉള്ളവർ പറയണ്ടേ. പിന്നെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി ഇരുന്ന് ഭയങ്കര 4 മണിക്കൂർ യാത്ര ഉണ്ട്. പക്ഷെ ഞങ്ങൾ 5 മണിക്കൂറൊക്കെ എപ്പോഴാണ് അവിടെ എത്തിയത്. അങ്ങനെ അവിടെ മടുത്ത് കുറേ നേരമൊക്കെ ചുമ്മാ വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് എത്തി. നല്ല ചൂടുണ്ട് ഗായ്സ്. ഞങ്ങൾ പക്ഷെ തിരക്ക് കാരണം കൈ സാധനങ്ങൾ എന്ത് ചെയ്യാനാ. പിന്നെ ഇവിടെ ഞങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കപ്പെട്ട സാധനമാണ് ഫ്രൂട്ട്സ്. എല്ലായിടത്തും ഉണ്ട് ഫ്രൂട്ട്സ്. അയ്യോ, ഇനി അടുത്ത ബസ് തപ്പിപ്പിടിച്ച് കയറണം. ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു ഞങ്ങൾ അവസാനമായിട്ട് ബസ്സിൽ കയറി വന്നിരിക്കുവാണ്. നിങ്ങൾ ഞങ്ങളെ ഒന്ന് നോക്കിക്കേ. ഇവിടെ ബാഗിലൊന്നും ആരും ഫ്രീ ആണ്. അടുത്തു ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ പിന്നെ ബസ്സിന് പോകാറുണ്ട്. കിലലൂരിൽ നിന്നാണ് സ്ഥലപ്പേര്. അവിടെ ഒരു ചെല്ലമുണ്ട്. കിലലൂരുണ്ട്, എരിശ്ശേരി എന്നൊക്കെ പറയുന്നു. ഒരുത്തി ബസ് ഇറങ്ങി ഓട്ടോ ഇറങ്ങി കഴിഞ്ഞിട്ട് അടുത്ത് പോകണല്ലേ എരിശ്ശേരി. അപ്പം അവിടെ ചെന്നിട്ട് കാണാം. ചെന്നിട്ട് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ചെറുക്കനെ പെണ്ണും കാണണം, കഴിക്കണം. നല്ല വിശപ്പുണ്ട്. പിന്നെ ബസ്സിൽ അത്രയും നീണ്ട യാത്രയ്ക്ക് ശേഷം ഒരു 1 അവർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജിയാദിൻ്റെ സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങളെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ വെയിറ്റിംഗ് ഷെഡ് അറിയാലോ. ഇതേ നമ്മുടെ ജിയാദ് ഇരിക്കുന്നു, ഇതേ മണി ഇരിക്കുന്നു, അപ്പുറത്ത് ആംബ്രോ ഇരിക്കുന്നു. ഞങ്ങൾ വന്നത് ഫുഡ് കഴിച്ചോണ്ടിരിക്കണ്ട. അങ്ങനെ ഇവിടെ എത്തി. അതെ, എന്നിട്ട് ഞങ്ങൾ വയറുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് കല്യാണപ്പെട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കും. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇതേ റൂമിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ ഒരു ഇതുണ്ടോ, ഒരു കൊതി കടിച്ചതാ. ഇവിടെ ഫുള്ള് നല്ലൊരു ആംബിയൻസ് ആട്ടോ. മറ്റേ എന്തായിരുന്നു, മൊത്തം റബ്ബർ തോട്ടത്തിന്റെ നടുക്കാണ് വീട്. ഞങ്ങളാണെങ്കിൽ അവിടെ ഇരുന്ന് മടുത്തപ്പം ഞങ്ങൾ ഓർത്തു ചുമ്മാ നടക്കാൻ ഇറങ്ങാം. പുറത്തിറങ്ങാം. മടുത്തില്ല. അവിടെ കുറച്ചു നേരം ചുമ്മാ ഇരുന്നപ്പോ മടുത്ത്. അതെ, മയിലൊക്കെ ഉണ്ട് അവിടെ. കണ്ടോ അതേ മയിൽ രൂപ മാത്രമേ കാണത്തുള്ളൂ. നിൽക്കുന്നു. നല്ല പച്ചപ്പരവതാനി വിരിച്ച സ്ഥലം. ഞങ്ങളവിടെ മയിലിനെ കണ്ടിട്ടങ്ങ് നിന്ന്. ഉണ്ണി വന്നില്ല. ഉണ്ണി അവിടെ റൂമിൽ ഇരിക്കുവാണ്. വരാൻ പറഞ്ഞപ്പോഴത്തേനും അവൾ വന്നില്ല. അവൾക്ക് മടി. ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഞാൻ രാവിലെ എനിക്ക് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഉറങ്ങിയില്ല. ഞങ്ങൾ ഇങ്ങോട്ട് നടക്കാൻ ഇറങ്ങി. നിങ്ങൾ ഈ സ്ഥലങ്ങൾ നോക്കൂ. ജിയാദ് കോഴിക്കോട് വയനാട് ബോർഡറാന്നാ പറയുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് കിനലൂർ. അങ്ങനെ എന്തോ സ്ഥലമാണ്. ബാലുശ്ശേരി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലമാണ്. ഒരു കാടാണ്. ഞാൻ എപ്പോഴും ഞങ്ങളെ കളിയൊക്കെ നിങ്ങൾ ഇടുക്കിന്നാ വരുന്നത്. അല്ല, ഇടുക്കിന്ന് അങ്ങനെയല്ല, ഇടുക്കി പട്ടിക്കാട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കട്ടപ്പന കളിയൊക്കെ വരുന്നത്. പക്ഷെ യഥാർത്ഥ പട്ടിക്കാട് ജിയാദിന്റെ ആണ്. ഞങ്ങളത് കണ്ടിട്ട് ഇനി ജിയാദിനെ കുറച്ചാൽ അത് പറഞ്ഞ് കളിയൊക്കെ ഉള്ളതാ. ഒരു സ്ഥലത്തിന്റെ പേരുണ്ട്, വട്ടോളി. പിന്നെ അവിടെ 8 മണിയോടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിള്ളേരുടെ ഡാൻസും ഒപ്പനയും പാട്ടും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ കേട്ട് ഞങ്ങളവിടെ ബാക്ക് സൈഡിൽ ഇരുന്ന്
പരിപാടി തീർന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് എല്ലാവരും മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലിടുന്നുണ്ട് ചേച്ചി, നന്നായിട്ട് ഇട്ട് തന്നു കേട്ടോ. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് ആകും ഫുള്ള് കയ്യിലിട്ട് തന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റു, 7:30 ആയപ്പോൾ എണീറ്റു. ഇനി നേരെ കല്യാണത്തിന് പോവുകയാണ്. 11 മണിക്കാണ്. ഞങ്ങൾ കല്യാണ വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ പെണ്ണിൻ്റെ കൂടെ എന്തിനാണ് കിടന്നുറങ്ങിയൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങാൻ തുടങ്ങുവാണ്. ഇത് ഓരോരുത്തരും ഒരുങ്ങി കൊടുക്കുക. മനോജ് എല്ലാം എടുത്തു വെക്കുവാണ് സാധനങ്ങൾ. ഇവിടെ നേരെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ്. ഇത് ഉണ്ണിയുടെ ഔട്ട്ഫിറ്റ് നോക്കൂ. ഞാൻ മുടി കിട്ടുന്നു, മണി ഇതേണ്ടേ മുടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒരുങ്ങി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ നേരത്തെ ഒരുങ്ങി. ഞാൻ ഫസ്റ്റ് കുളിച്ചു. അയ്യോ, എന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ കൂടെ ഫോട്ടോഷൂട്ട് എടുക്കാൻ, പെണ്ണിന് ഫോട്ടോഷൂട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഞങ്ങൾ പോകണം. അപ്പം അവൾ ചിഞ്ചുൻ്റെ കൂടെ ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ടിന് പോകണം. അതിനൊരു തിരിച്ചു വരണം, അതിനൊരു കല്യാണം. ഇന്നലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ ഫോൺ ഇടയ്ക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പകുതിയും വീഡിയോസ് എടുത്തിട്ടില്ല. ഇന്നലൊക്കെ ഭയങ്കര വലിയ പരിപാടിയൊക്കെ ആയിരുന്നു. എല്ലാവരും ഭയങ്കര സഹകരണമാണ്, ഭയങ്കര സ്നേഹമാണ് ഇവിടെ എല്ലാവർക്കും. അമ്മമാർക്കാണേലും എല്ലാവർക്കും ഭയങ്കര സ്നേഹം. ഞങ്ങളെല്ലാവരും ഭയങ്കര കാര്യമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു ഇവിടെ. ഇനി കല്യാണം. ഓക്കെ. രാവിലെ തന്നെ ബ്രൈഡിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി ഞങ്ങൾ കൂടെ നിന്ന് സഹായിച്ച്. സന്തോഷേ. ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് മന്തി ആയിരുന്നു, ബീഫ് മന്തി ഉണ്ടായിരുന്നു, പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ ഫാമിലി ഫോട്ടോ. അവരുടെ ചെറുക്കൻ്റെ വീട്ടും പെണ്ണിൻ്റെ വീട്ടുകാരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങുന്ന സമയമാണ്. ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. ഞങ്ങളെ കൊണ്ടുവിടുന്നത്. ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ടയേർഡായിട്ടിരിക്കുവാണ്. ഇനി ട്രെയിനിൽ കയറി പോകണം. ജനറലാണ് കേട്ടോ, അതുകൊണ്ട് തിരിക്ക് വേണം പോകാൻ വേണ്ടിട്ട്. അപ്പം ഞങ്ങൾ ട്രെയിൻ കയറുന്നത് എല്ലാവരും ഇറങ്ങി. ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴും മഴയായിരുന്നു, ഇപ്പോഴും മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് കറണ്ട് പോലില്ലായിരുന്നു. എല്ലാവരോടും പറയാനും പിന്നെ എല്ലാവരോടും പറഞ്ഞ് കോഴിക്കോട് ജില്ലക്ക് ഹർത്താൽ പ്രഖ്യാപിച്ചു. അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.